ഇസ്രായേലിലെ നഗരങ്ങളെ വിറപ്പിച്ച് ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചതോടെ കെട്ടിടങ്ങൾ കൂട്ടത്തോടെ തകർത്തു. അറാദിലും ഡിമോനിയനിൽ ഉൾപ്പെടെ ആക്രമണത്തിൽ 100-ലേറെ പരിക്ക്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. 24 ദിവസമായിട്ട് തുടരുന്ന യുദ്ധത്തിൽ ഇറാൻ ഇതാദ്യമായിട്ട് ഇസ്രയേലിന്റെ ആയുധപ്പുരകൾക്ക് നേരെ ഗംഭീരമായ ആക്രമണം, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരു 10ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭിച്ചൊരു വിവരം. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇസ്രയേലിന്റെ ആയുധപ്പുര, അതായത് അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന അടക്കമുള്ള ആയുധപ്പുര കൃത്യമായിട്ട് ഇറാൻക്ക് ലഭിച്ചത്? ഇസ്രയേലിന്റെ കയ്യിൽ അയൺ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് മുഴുവനും തരിപ്പണമാക്കിയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കറക്റ്റായിട്ട് ഇസ്രയേൽ പതിച്ചിട്ടുള്ളത്. എന്തു വന്നാലും ഇതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ഉള്ളിലുള്ള ആയുധശേഷികൾ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾ ലോകം മുഴുവനും ഞെട്ടിത്തരിച്ചിരിക്കാൻ കാരണം, എങ്ങനെയാണോ ഇറാൻക്ക് ആക്രമണം കിട്ടിയത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന സംവിധാനം. കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തി. ഉടൻ തന്നെ കറക്റ്റായിട്ട് ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ ഇറാന്റെ കൈവശമാണ്. അവിടേക്ക് തന്നെ ആക്രമണം നടത്തി? ഇറാൻ ആക്രമണം നടത്തി. ഈ യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള, കേരളത്തിൽ നിന്ന് വെറും 1000 കിലോമീറ്റർ മാത്രം അകലെയുള്ള നടുക്കടലിലുള്ള ഒരു ദ്വീപ്, ആ ദ്വീപ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒരു കോളനിയാണ്. അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളായ ദ്വീപുകാരെ 970-കളിൽ ബ്രിട്ടൻ നിർബന്ധപൂർവ്വം ഓടിച്ചിട്ട് അമേരിക്കക്ക് കൊടുത്തൊരു ദ്വീപാണ്. ആ ദ്വീപിൽ ഈ 2 രാജ്യങ്ങൾക്ക് സംയുക്തമായ സൈനിക സന്നാഹങ്ങളുണ്ട്. ആ 4000 കിലോമീറ്റർ ഉണ്ട് ഇറാനിൽ നിന്ന് അവിടേക്ക്. അതായത് നമ്മുടെ കേരള തീരത്ത് നിന്ന് വെറും 1000 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇന്ത്യയുടെ ഭാഗമായിരുന്ന, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ കൈകളിലായിരുന്ന ആ ഒരു ദ്വീപിലേക്കാണ് 4000 കിലോമീറ്റർ അകലയിൽ നിന്ന് ഇറാൻ മിസൈൽ വിട്ടത്. ഒരു മിസൈൽ 1000-1500, ഏറിയ 2000 കിലോമീറ്റർ മാത്രമേ പോകുന്നുള്ളൂ. ലോകത്തിൻ്റെ എല്ലാ ആയുധങ്ങളും അങ്ങനെ. പക്ഷേ ഇറാൻ്റെ ആയുധങ്ങൾ അങ്ങനെയല്ല. ഇറാൻ്റെ ആയുധം 4000 കിലോമീറ്റർ പോയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും മാത്രമല്ല, ലോകം മുഴുവനും ഞെട്ടി. ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് എന്താണെന്നറിയോ? ഇറാൻ്റെ ആയുധ മുനയിൽ നിന്ന് ഇന്ത്യയോ ആഫ്രിക്കൻ രാജ്യങ്ങളോ ഒന്നും മുക്തമല്ല. ഏത് രാജ്യങ്ങളെ വേണമെങ്കിലും ആക്രമിക്കാനുള്ള കരുത്ത് ഇറാൻക്കുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ അതാ പുതിയ ചർച്ച കൊണ്ട് നിൽക്കുകയാണ്. ആ ചർച്ചയിൽ അമേരിക്കയും ഇസ്രയേലും ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഇറാന്റെ മിസൈലിന്റെ ദൂരപരിധി കുറക്കണമെന്ന്. ഏത്? ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് ഒരു 2800 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് 1500 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇറാന്റെ മിസൈൽ പോകാൻ പാടില്ല. അതായത് ഇസ്രയേൽ ഇത്രയും കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർ കരുതിയത് എന്താണെന്നറിയോ? ഇസ്രയേലാണ് നമ്പർ 1 രാജ്യം, ഞങ്ങളുടെ കയ്യിൽ സാങ്കേതിക മികവുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. അതേ ടെക്നോളജി തന്നെയാണ് ഒന്നും അറിയാതെ എന്ന് ലോകം കരുതിയിരുന്ന ഇറാന്റെ കൈകളിലുണ്ടായിരുന്നത്. ഇറാന്റെ കരുത്ത് അവർ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ്. 4000 കിലോമീറ്റർ അകലേക്കാണ് ഇറാന്റെ മിസൈൽ പോയി വീണപ്പോൾ അമേരിക്ക അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇസ്രയേലിന്റെ ആയുധപ്പുരയിലേക്ക് വന്ന് വീണ മിസൈൽ ഉണ്ടല്ലോ, അത് ഇസ്രയേലിന്റെ നെഞ്ചത്ത് തറച്ച ആദ്യത്തെ ആണയാണ്. സത്യത്തിൽ ഇസ്രയേലിൽ നല്ല ബോംബാക്രമണം നടത്തിയിട്ട് ഒരു 9000-ഓളം കെട്ടിടങ്ങൾക്ക്, 9000-ഓളം കെട്ടിടങ്ങൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് വന്നത് വെറും 22 പേര് മരിച്ചു എന്നാണ്. ആ രാജ്യത്ത് ഗംഭീരമായ നിയന്ത്രണങ്ങളുണ്ട്. ഇറാനിൽ എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഒരു 1000-ഓളം ആളുകൾ മരണപ്പെട്ടു. ഇറാന്റെ പല ഭാഗങ്ങളും തകർത്തൊക്കെ ശരി തന്നെ. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. ആരൊക്കെ ഭരണ കേന്ദ്രത്തിലേക്ക് വരുന്നോ അവരൊക്കെ കൊല്ലപ്പെട്ടു. ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴും അവർ പറയുന്നൊരു വാക്കുണ്ട്: ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഞങ്ങൾ തിരിച്ചടിക്കും. ഈ ഇറാൻ എന്ന രാജ്യം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇസ്രായേലും അമേരിക്കയിലും ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ. അവരെന്താ ഫോക്കസ് ചെയ്യുന്നത്? അമേരിക്കയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഗൾഫിലാണ്. ആ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുക, എന്നിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ അവർ നേരെ ഇസ്രയേലിൻ്റെ ആയുധപ്പുരയിലേക്ക് ഇവിടുന്ന് 2800 കിലോമീറ്റർ ദൂരത്തുനിന്ന് ആയിരക്കണക്കിന് സ്ഫോടക സംഭരണ ശേഷിയുള്ള മിസൈലുകളാണ് തുറത്തുവിടുന്നത്. അയൺ ഡോം പോലും ഒന്നും മിണ്ടണില്ല. അതായത് ഇസ്രയേലിൻ്റെ ആകാശത്ത് ഏത് മിസൈൽ വന്നാലും ഡ്രോണ് വന്നാലും തടുക്കാനുള്ള കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ഇവിടുന്ന് സൈറൺ അടിക്കും. അവരെന്ത് വന്നാലും അതൊക്കെ തടുക്കും. അതൊക്കെ പോയി, അതൊന്നും ഫലവത്താവണില്ല. എന്താ കാരണം? അയൺ ഡോമിൽ വർക്ക് ചെയ്ത ഇസ്രയേലിൻ്റെ ഒരു സൈനികൻ തന്നെ ഇറാന് വേണ്ടി ചാരപ്പണി നടത്തിയിട്ട് എങ്ങനെയാണ് അയൺ ഡോം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇറാൻ കണ്ടുപിടിച്ചു. ഈ ചതിയിലൂടെ ഉണ്ടാക്കിയ ആയുധപ്പുരയാണതേ.
ഈ നിലവിൽ ഇറാൻ തകർത്ത ഈ ആയുധപ്പുര മുമ്പൊരു ഭക്ഷണ ഫാക്ടറിയാണെന്ന് പറഞ്ഞാണ് ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുത്തത്. അവിടെ അണുവായുധങ്ങൾ വരെ ഉണ്ടാക്കുന്നുള്ളതാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലായി ഇറാൻ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. അവർക്കൊരു ന്യായമുള്ളൂ, അമേരിക്കയുടെ സൈനിക താവളങ്ങളാണോ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങളെ എവിടെയാണോ ആക്രമിച്ചത് അതേപോലെ തിരിച്ചടിക്കും. ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു, ഖത്തറിലെ എണ്ണപ്പാടങ്ങൾ തിരിച്ചടിച്ചു. ലോകത്തിന് മുഴുവനും LPG വാതകം കൊടുക്കുന്നത് ഖത്തറിൽ നിന്നാണ്. ആ ഖത്തറിൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് കോടികളുടെ നഷ്ടം. സൗദിയിൽ അവരെവിടെ അടിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിൻ്റെ ആയുധപ്പുരയിലേക്ക് പോണത്. ലോകം തന്നെ മാറുന്ന വലിയ യുദ്ധമായിട്ട് മാറുക. അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചത് ഇവരുടെ പരമോന്നത നേതാവിനെ കൊല്ലപ്പെട്ടാലേ ഭരണമാറ്റം ഉണ്ടാകും, നാട്ടുകാരൻ കണ്ട് ഇളകും, എന്നിട്ട് അവിടുത്തെ ഭരണത്തിനെ മാറ്റിയിട്ട് പുതിയ ഭരണം വരുന്ന. അവർക്ക് ആ സ്കൂളിൽ ബോംബിട്ടിട്ട് 165 കുട്ടികളുടെ കൊല്ലപ്പെട്ടല്ലോ. ആ ജനം മുഴുവനും ഒന്നടക്കം അവിടുത്തെ സർക്കാരിനെ പിന്തുണക്കാം. ആരൊക്കെ ഭരണത്തിൻ്റെ പ്രധാനികളുണ്ടോ അവരെയൊക്കെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന മുജിത്തബയെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ഉള്ളിലുള്ള ഐക്യം, ഇറാൻ്റെ ഉള്ളിലുള്ള ഇസ്സത്ത്, ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് പുറത്തുനിന്നൊരു രാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുന്നു, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരു പക്ഷെ ഉണ്ടാവില്ല. അമേരിക്കയുടെ അഹങ്കാരം എന്താണെന്നറിയോ? അമേരിക്കയിലേക്ക് ഇത് എത്തൂലല്ലോ എന്നുള്ളതാണ്. എത്തണ്ട. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ കടലിലും എല്ലായിടത്തുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയിൽ നിന്ന് വെറും കേരളത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയുള്ള ആ ഒരു ദ്വീപിലെ ഒരു ദ്വീപ് സമൂഹം, ഒരു 30 കിലോമീറ്റർ മാത്രം പരിധിയുള്ള ദ്വീപ് സമൂഹം, അവിടെയൊക്കെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സൈനിക താവളം, അവിടേക്ക് വരെ ലക്ഷ്യം വെക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ടെങ്കിൽ ഇറാൻ്റെ ആയുധശേഖരം കണ്ട് ലോകബന്ധം വിട്ടിക്കാണ്. ഏതാണ് ഇറാൻ? ഒരു ഫുൾ ഉപരോധമല്ലേ അവർക്ക്. ഉപരോധം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, സമ്പത്തില്ല, അവിടെ പണപ്പെരുപ്പാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടിലൊക്കെ ആയത് ഈ ഒരു ഉപരോധം കാരണമാണ്. ആ ഉപരോധം നീക്കാൻ വേണ്ടി ചർച്ച നടന്നിരുന്നു ഖത്തറുമായിട്ട്. ആ ചർച്ചക്കിടയിലാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഇറാനിൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രായേൽ ചതിച്ചു കൊന്നത്. ആ രാജ്യം എങ്ങനെ അംഗീകരിക്കുക? ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക, ആ ചർച്ചക്കിടയിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ഭരണാധികാരിയെ അങ്ങോട്ട് കൊലപ്പെടുത്തിയാൽ ഇറാൻകാർ വെറുതെ ഇരിക്കുമോ? ഇപ്പോൾ ഒരു പറഞ്ഞ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ മൊത്തം തകർക്കുന്ന ട്രംപ് പറയുന്നത്. അവിടെയുള്ള ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ്റെ എല്ലാ സൈനിക സന്നാഹങ്ങളും ട്രംപ് തകർത്തത്രേ. തകർത്തെങ്കിൽ മറ്റുള്ളവർക്ക് തുറന്നു കൊടുത്തുകൂടെ? തകർത്ത് എന്നൊക്കെ ട്രംപ് വെറുതെ വിളിച്ച് പറയാം. ഇറാൻ്റെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിശാസ്ത്രപരമായിട്ട് ഇറാൻക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവരുടെ കടലിടുക്കുകളും പർവ്വതങ്ങളും ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് കടക്കാം. സൈനികരിറങ്ങി കരയുദ്ധം വഴി ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. യുദ്ധത്തിൻ്റെ കെടുതി എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം പാചകവാതകം ഇല്ലാതാവുക, എണ്ണ ഇല്ലാതാവുക, ഇൻ്റർനെറ്റ് ഇല്ലാതാവുക, എന്തും ചെയ്തിട്ട് ഇറാന് സ്വയം നശിക്കുകയാണോ മറ്റുള്ളവരെയും കൂടി നശിപ്പിച്ചിട്ടേ നിർത്തൂ. ഗൾഫ് രാജ്യങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. ഇറാൻക്ക് അതൊന്നും നോക്കണ്ട. ഇറാൻക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ ആക്രമിച്ചോ ഞങ്ങൾ തിരിച്ചടിക്കും. ഇവിടെ എങ്ങനെ കിട്ടിയോ അവിടെ അങ്ങനെ തിരിച്ചടിക്കും. റാസൽ കൈമയിലേക്കും ഇതൊക്കെ ആക്രമിച്ചിരിക്കണ്. അതൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് UAE തടയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇറാൻ്റെ കൈവശമുള്ള ആയുധത്തിൻ്റെ പരിധി വെക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ളതാണ്. 4000 കിലോമീറ്റർ കടലിലേക്ക് വിടാൻ കഴിവുള്ള ഒരു ഇറാൻ ലോകം എത്തിക്കുക. നമ്മുടെയൊക്കെ കരുതൽ അമേരിക്ക നമ്പർ 1, റഷ്യ നമ്പർ 1 ആയിരുന്നു. ഇസ്രായേൽ ഇനി മാറി 2027 ആയുധ ശേഖരം കൊണ്ടും ഫലം കൊണ്ടും ലോകത്തെ നമ്പർ 1 രാജ്യമായിട്ട് മാറുന്നത് ഇറാനായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടാൻ. കാരണം ഇത് നമ്മൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ പറഞ്ഞാലും ഇതിൻ്റെ ദുരിതം ഏതൊരു സാധാരണക്കാരും അനുഭവിക്കേണ്ടി വരും. കാര്യം ഗൾഫിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജോലിയും ജീവിതമൊക്കെ അവിടെയാണ്. അതില്ലാതാകുമ്പോൾ കണ്ണീര് കുടിക്കേണ്ടി വരിക നമ്മളടക്കമുള്ള മലയാളികളാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയൊക്കെ യുദ്ധം നടന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഈ ഒരു ഇറാനിലൊരു ഭരണമാറ്റം കൊണ്ടുവരാൻ ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിലൊരു ഭരണമാറ്റം കൊണ്ടുവരാൻ അമേരിക്കയും ഇസ്രായേലും കഴിയുമോ എന്നുള്ളതാണ്. കാരണം യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ 23 ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊന്നുകളഞ്ഞു. അയതുല്ല ഖുമൈനിയെ കൊന്നുകളഞ്ഞപ്പോൾ ഒരു ഭരണമാറ്റമാണ് അവർ പ്രതീക്ഷിച്ചത്. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം കഴിയുന്നതോടെ ഇറാനിൽ നിലവിലെ ഭരണകൂടത്തിന് വിരുദ്ധമായ, ഇസ്ലാമിക് ഭരണകൂടത്തിന് വിരുദ്ധമായ മറ്റൊരു ഭരണകൂടം ഇറാനിൽ ഉദയം ചെയ്യുമോ? എന്താണ് സാധ്യത? അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.